പോലീസിന്റെ പിടിയിലേക്കാണ് ചെന്താമര എത്തി നിൽക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതിന് ശേഷം ഇയാൾ ഈ നാട്ടുകാരുടെ പോലീസും പലവട്ടം ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നതും ഡ്രോൺ പറക്കുന്നതും ഒക്കെ ഇയാൾ കണ്ട് കാടിനുള്ളിൽ പതുങ്ങി എന്നും പോലീസിന് മൊഴി നൽകി. അതോടൊപ്പം തന്നെ 3 പേർ ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. മകളെയും മരുമകനെയും അതോടൊപ്പം തന്നെ മരുമകനെയും കൂടി ഇയാൾ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അത്രമാത്രം ക്രൂരമായി 3 പേരെ കൂടി ഇനി കൊല്ലാൻ താൻ പദ്ധതിയിട്ടിരുന്നു എന്നടക്കം ഇയാൾ പോലീസിന് മുന്നിൽ പറഞ്ഞു. അതിൽ 2 പേരെ കൊലപ്പെടുത്തി. അതാണ് നമ്മൾ കണ്ട സുധാകരനെ, അതോടൊപ്പം തന്നെ സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. അതിനപ്പുറം ബാക്കി മകളെയും അതോടൊപ്പം തന്നെ മരുമകനെയും കൊല്ലാൻ കൂടി ഇയാൾ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി. ഒരു കാര്യം ചോദിക്കട്ടെ, വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, പിണങ്ങി കഴിഞ്ഞിരിക്കുന്ന കുടുംബത്തിലെ മകളെയും മരുമകനെയുമാണോ കൊല്ലാൻ പദ്ധതിയിട്ടിരിക്കുന്നത്? തീർച്ചയായും മകളെയും മരുമകനെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നത്. ആ പേര് 3 പേര് കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ആ 3 പേരാണ് മകൾ, മരുമകൻ, അതോടൊപ്പം തന്നെ മറ്റൊരാളെ കൂടി ഇയാൾ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. അങ്ങനെ 3 പേരെ കൊല്ലാനാണ് ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. ഗോകുൽ, ഇതൊരു സൈക്കോ സീരിയൽ കില്ലറാണ് ചെന്താമര എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യം ഈ സജിതയെ 2019 കൊലപ്പെടുത്തിയത് ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്താണ് എന്നായിരുന്നു ഇയാളുടെ കുറ്റസമ്മതം. മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് തന്റെ കുടുംബം നശിപ്പിച്ചത്, അതിന്റെ പ്രതികാരത്തിലാണ് കൊല നടത്തിയത് എന്നായിരുന്നു പ്രതിയുടെ മൊഴി. ഇപ്പോൾ ആ സജിതയുടെ കുടുംബത്തിലെ തന്നെ 2 പേരെ വകവരുത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്വന്തം കുടുംബത്തിലെ, അതായത് സ്വന്തം മകളെയും മരുമകനെയും കൊലപ്പെടുത്താൻ ഈ പ്രതി ഉദ്ദേശിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇയാളുടെ ഒരു മനോവികാരം? തീർച്ചയായും ഇന്നലെ ഇയാൾ നേരത്തെ ബില്ലിലടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. ഇയാൾ നെന്മാറയിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക്, ആലത്തൂരിലേക്ക് ഇയാളെ മാറ്റിയപ്പോൾ ഇയാൾക്ക് നിർവികാരനായാണ് നടന്നു പോയതെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ അത്രമാത്രം ഇയാൾ പ്രതികരിച്ചിട്ടുള്ളൂ. മാത്രമല്ല നിർവികാരനായിട്ടാണ് ഇയാൾ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള കൂസലും ഇയാൾക്കില്ല എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഓക്കെ, 2 പേരെ കൂടി തനിക്ക് കൊല്ലാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതാരാണ് എന്ന് കൂടി പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രതി ചെന്താമര. സ്വന്തം മകളെയും മരുമകനെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതി ഇട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചെന്താമരയുടെ ആ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. സജിതയുടെ ഭർത്താവ് സുധാകരന്റെ അമ്മ ലക്ഷ്മി, ഈ 3 പേരെ മാത്രമല്ല തന്റെ മുന്നിൽ പകയുടെ പ്രതികാരത്തിന്റെ ആൾരൂപങ്ങളായി വീണ്ടും 2 പേർ കൂടിയുണ്ട്. സ്വന്തം മകളും മരുമകനും. അവരെ കൂടി തീർത്ത് പക അടങ്ങാതെ ഇല്ല എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇയാൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇയാളെ പുറത്തു വിടാനുള്ള സാധ്യതകളിലേക്ക് ഇനി കടക്കില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ട് പോലും ഇയാൾക്കെതിരെ നടപടി എടുക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ 2 ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഉണ്ടായത്. ഗോകുൽ, ഇയാൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ ഈ മകളെയും മരുമകനെയും വകവരുത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളത്. എന്ത് കാരണമാണ്, എന്തിന്റെ പേരിലാണ് എന്നുള്ളത് ഇയാൾ വെളിപ്പെടുത്തിയോ പോലീസിനോട്? അത്തരം കാര്യങ്ങൾ കൂടുതലായി പോലീസ് ഇയാളിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ പിന്നീട് അദ്ദേഹം ചോദ്യം ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥരടക്കം നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്യണം. പാലക്കാട് എസ്.പിയുടെ നേതൃത്വത്തിലടക്കം ആയിരിക്കും ഇയാളെ ഇന്ന് ചോദ്യം ചെയ്യുക. ജനരോഷത്തെ ഭയന്ന് ഇയാളെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും ഇവർ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തുക. പാലക്കാട് എസ്.പി തന്നെ പ്രദേശത്തെത്തി ഈ ചോദ്യം ചെയ്യലിലെ നേതൃത്വം വഹിക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. എന്തിനാണ് ഇയാൾ കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കും എന്നുള്ള കാരണം ആ കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ മാത്രമേ കൂടുതൽ സ്ട്രോങ് ആയി തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുമുള്ളൂ. ഏതായാലും അത്തരത്തിൽ ഇയാൾ അതീവ നിർവികാരനായാണ് പോലീസിന് മുന്നിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭ്യമാകുന്നത്. ഇയാൾ ഈ തിരച്ചിലെല്ലാം തന്നെ മലമ്പ്രദേശത്ത് അല്ലെങ്കിൽ അറിയുന്നുണ്ടായിരുന്നു, അയാൾ അത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നിരീക്ഷിച്ച് തിരച്ചിൽ സംഘത്തെ പലതവണ ഇയാൾ കണ്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ ഡ്രോൺ അടക്കം പോകുന്നത് കണ്ടു. ഇതൊക്കെ കണ്ട് താൻ പതുങ്ങി എന്നുകൂടി ഇയാൾ പോലീസിന് മൊഴി നൽകി. ഓക്കെ ഗോകുൽ, എന്തായാലും വലിയ ഒരു നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചെന്താമരയുടെ മൊഴിയായി പുറത്തു വന്നിരിക്കുന്നത്. മകളെയും മരുമകനെയും കൊല്ലാൻ താൻ പദ്ധതി ഇട്ടിരുന്നു, അവരാണ് തന്റെ ലിസ്റ്റിൽ ഇനി ഉണ്ടായിരുന്ന 2 പേർ എന്നാണ് ഇപ്പോൾ ചെന്താമര പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി.